നമസ്തേ. എച്ച്2എസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ക്ലാസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് തുടങ്ങി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് സമാസത്തിൻ്റെ ക്ലാസ്സാണ്. സമാസം എത്ര തരത്തിലുണ്ട്, എങ്ങനെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന് കുറച്ച് ക്വസ്റ്റ്യനുകളും നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ആവാറായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, കുറച്ച് ദിവസം വൈകിപ്പോയതിന് ക്ഷമ ചോദിക്കുന്നു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ സമാസത്തെക്കുറിച്ച് നമുക്ക് ആദ്യം കുറച്ച് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സമസനം, സമാസഹ. സമസനം എന്ന് പറഞ്ഞാലോ കുറച്ച് അധികം പദങ്ങളെ നമ്മൾ ചേർത്ത് ഒറ്റ പദമാക്കി പറയുന്നതിന് നമ്മൾ സമാസം എന്ന് പറയും. അതിനെ സമസിക്കുക എന്നാണ് പറയുക, അതായത് ഒറ്റപ്പദമാക്കി ചുരുക്കുന്നതിന്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നതിന് വിഗ്രഹം എന്നും പറയും. അപ്പോൾ സമാസവും വിഗ്രഹവും എന്താണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. സമസനം സമാസഃ അനേകസ്യ പദസ്യ ഏകപദീഭവനം സമാസഃ ഇത്യർത്ഥഃ. സമാസം രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ പദമാക്കുന്നതിനെ സമസനം അഥവാ സമാസം എന്ന് പറയും. ഓക്കെ, ഉദാഹരണം: രാജ്ഞഃ പുരുഷഃ രാജപുരുഷഃ. രാജപുരുഷസ്യ ആഗമനം രാജപുരുഷാഗമനം. ഇങ്ങനെ കുറച്ച് വാക്കുകളെ ചേർത്ത് ഒറ്റ പദമാക്കുക. ഒരുപാട് പദങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പറയുന്നുണ്ട് ചില പ്രത്യേക സമാസങ്ങളിൽ. ഹരിഹര ഗുരവഹ, ഹരിശ്ച ഹരശ്ച ഗുരുശ്ച, ഹരിഹര ഗുരവഹ. അങ്ങനെ നമുക്ക് പറയാം. സമാസേ പൂർവത്ര സൂയമാണം പദം പൂർവപദമിതി, ഉത്തരത്ര സൂയമാണം പദം ഉത്തരപദമിതി ച വ്യവഹ്രിയതേ. സമാസത്തിലെ ആദ്യം കേൾക്കുന്ന പദത്തെ പൂർവപദമെന്നും രണ്ടാമത് വരുന്ന പദത്തെ ഉത്തരപദമെന്നും പറയും. ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. രണ്ട് സ്ഥലത്ത് ഒരു സമാസത്തിലെ രണ്ട് പദങ്ങൾ വരികയാണെങ്കിൽ, വിഗ്രഹിക്കുമ്പോൾ രണ്ട് പദങ്ങൾ വരികയാണെങ്കിൽ ആദ്യത്തെ പദത്തിന് പൂർവപദമെന്നും രണ്ടാമത്തെ പദത്തിന് ഉത്തരപദമെന്നുമാണ് പറയുക. ഉദാഹരണത്തിന് ചോരഭയം എന്ന് പറയുന്നൊരു പദം, അതിൻ്റെ വിഗ്രഹം വരുന്നത് ചോരാത് ഭയം എന്നാണ്. അതിൽ ചോരാത് എന്ന് പറയുന്ന പദത്തെ പൂർവപദമെന്നും ഭയം എന്നുള്ളതിനെ ഉത്തരപദമെന്നും പറയും. വിഗ്രഹം എന്നാൽ എന്താണ്? വൃത്യർത്ഥാവബോധകം വാക്യം വിഗ്രഹ. വൃത്യർത്ഥാവബോധകം, അതായത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അർത്ഥത്തെ മനസ്സിലാക്കി തരുന്ന പദങ്ങളെയാണ് വിഗ്രഹം എന്ന് പറയുക. ഒറ്റ പദമാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒറ്റ പദത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് ചെന്നു ചേരുന്നു. അതിനെയാണ് വിഗ്രഹം എന്ന് പറയുക. വൃത്തിഹി സമാസാദിഹി സമാസാദേരർത്ഥം ബോധയിതും യത് വാക്യം ഉച്ചതേ തത് വാക്യം വിഗ്രഹ ഇതി വ്യവഹ്രിയതേ. ഉദാഹരണത്തിന് വൃക്ഷമൂലം ഇതി സമാസഃ, വൃക്ഷസ്യ മൂലം ഇതി വിഗ്രഹ. മനസ്സിലായോ? വൃക്ഷമൂലം എന്നുള്ളത് സമസിച്ച് പറയുന്ന ഒറ്റപ്പദമാണ്. അതിന് വൃക്ഷസ്യ മൂലം എന്ന് പറയുമ്പോൾ അതിനെ വിഗ്രഹം എന്ന് നമ്മൾ പറയും. വിഗ്രഹങ്ങൾ രണ്ട് തരത്തിലുണ്ട്. എന്താണ് വിഗ്രഹങ്ങൾ രണ്ട് തരത്തിലുള്ളത്? സ്വപദ വിഗ്രഹം, അസ്വപദ വിഗ്രഹ. സ്വപദ വിഗ്രഹം എന്നും അസ്വപദ വിഗ്രഹം എന്നും. അതെങ്ങനെയാണ് സ്വപദ വിഗ്രഹം എന്ന് പറഞ്ഞാൽ സമാസസ്യ അർത്ഥഃ സമാസ ഘടകൈഹി പദൈഹി യദി വർണ്യതേ തഥാ സ്വപദ വിഗ്രഹ. അതായത് സമാസത്തിലുള്ള പദങ്ങൾ തന്നെ ഉപയോഗിച്ച് അതിനെ വിഗ്രഹിച്ച് പറയുകയാണെങ്കിൽ അതിനെ സ്വപദ വിഗ്രഹം എന്ന് പറയും. ഉദാഹരണം ഒരു വാക്ക് ഗ്രാമഗതഃ ഇതി സമാസഃ. ഗ്രാമഗതഃ, അതിനെ ഗ്രാമം ഗതഃ ഇതി സ്വപദ വിഗ്രഹ. അതിൻ്റെ തന്നെ പദങ്ങൾ എടുത്തിട്ട് വിഗ്രഹിച്ച് പറയുന്നതിന് സ്വപദ വിഗ്രഹം, ഗ്രാമം. ആ രണ്ട് വാക്കും അതിലുള്ളതാണ്. അസ്വപദ വിഗ്രഹം എന്താണ്? സമാസസ്യ അർത്ഥം സമാസ ഘടക പദാനി വിഹായ പദാന്തരൈഹി യദി വർണ്യതേ തഥാ അസ്വപദ വിഗ്രഹ ഇത്യർത്ഥഃ. അത്ര ഏകം പദം സമാസ ഘടകമേവ പ്രായോ ഭവതി. ഈ സമാസത്തിന്റെ അർത്ഥത്തെ മുഴുവനായിട്ട് വ്യക്തമാക്കി തരാൻ വേണ്ടി വേറെ പദങ്ങൾ ചേർത്ത് പറയുന്നതിനെ നമ്മൾ അസ്വപദ വിഗ്രഹം എന്ന് പറയും. മിക്കവാറും ഒരു പദം സമാസത്തിലുള്ളതായിരിക്കും, വേറെ പദങ്ങൾ കയറി വന്നിട്ടും ഉണ്ടാവും. ഇതിന് ഉദാഹരണം നിത്യസമാസേ അസ്വപദ വിഗ്രഹ ക്രിയതേ യഥാ ഉപകൃഷ്ണം ഇതി സമാസഃ. ഉപകൃഷ്ണം എന്ന് പറയുന്ന ഒരു സമസ്ത പദം, അതിനെ വിഗ്രഹിക്കുമ്പോൾ കൃഷ്ണസ്യ സമീപം ഇതി അസ്വപദ വിഗ്രഹ. അത്ര
സമീപമിതി പദം ന സമാസ ഘടകം പദം. അതിൽ കൃഷ്ണസ്യ സമീപം എന്നെടുത്ത് പറയുന്നു. അപ്പൊ സമീപം എന്ന പദം ഈ സമാസ വാക്കിലുണ്ടായിരുന്നില്ല. കൃഷ്ണം എന്നാണല്ലോ പറഞ്ഞത്. അതിൽ സമീപം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പുറത്തുനിന്ന് കയറി വന്നു. അപ്പൊ അങ്ങനെ അതിലുള്ള പദങ്ങളല്ലാതെ പുറത്തുനിന്ന് വേറെ പദങ്ങൾ ചേർത്ത് സമസിച്ച് പറയുന്നതിന് അസ്വപദ വിഗ്രഹം എന്ന് പറയും. അസ്വപദ വിഗ്രഹിക്കുമ്പോൾ അതിന് അസ്വപദ വിഗ്രഹം എന്ന് പറയും. വേറെ പദം ചേർത്ത് വിഗ്രഹിച്ച് പറയുന്നതിന് കേട്ടോ, അതിനെ സ്വപദ വിഗ്രഹം എന്ന് പറയും. സ്വപദം എന്ന് പറഞ്ഞാൽ അതിലുള്ള പദങ്ങൾ തന്നെ ഉപയോഗിച്ച് വിഗ്രഹിക്കുന്നതിനെ സ്വപദ വിഗ്രഹം എന്ന് പറയും. ഇനി സമാസ ഭേദങ്ങൾ ഏതൊക്കെയാ? അപ്പൊ വിഗ്രഹം പഠിച്ചു, സമാസം പഠിച്ചു. പദങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറയുന്നത് സമാസം എന്ന് പറയുന്നു. ഓക്കെ, സമാസത്തിൽ പൂർവ്വപദമുണ്ട്, ഉത്തരപദമുണ്ട്. ആദ്യം പറയുന്ന പദത്തെ പൂർവ്വപദമെന്നും രണ്ടാമത് പറയുന്ന പദത്തെ ഉത്തരപദമെന്നും പറയുന്നു. ഇത്രയാണ് സമാസത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി വിഗ്രഹം എന്ന് പറയുന്നത് പദങ്ങളെ ഒരുമിച്ച് നിൽക്കുന്ന പദങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് വാക്കുകളാക്കി വൃത്തി അർത്ഥ അവബോധനാർത്ഥം, അതായത് കൃത്യമായി മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് വിഗ്രഹം എന്ന് പറയുക. ഈ വിഗ്രഹം തന്നെ രണ്ട് തരത്തിലുണ്ട്: സ്വപദ വിഗ്രഹം, അസ്വപദ വിഗ്രഹം. സ്വപദ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആ വാക്കിലുള്ള വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ട് വിഗ്രഹിച്ച് പറയുന്നതിന് സ്വപദ വിഗ്രഹം എന്ന് പറയും. ഗ്രാമഗതഃ എന്ന വാക്ക് ഗ്രാമം ഗതഃ, അതിന്റെ വിഗ്രഹം. അസ്വപദ വിഗ്രഹ എന്ന് പറഞ്ഞാൽ സമസ്ത പദത്തിലില്ലാത്ത വാക്ക് വിഗ്രഹിക്കുമ്പോൾ അതിൽ കയറി വരിക. അങ്ങനെയാണ് അസ്വപദ വിഗ്രഹം എന്ന് പറയുക. ഉദാഹരണത്തിന് ഉപകൃഷ്ണം എന്ന വാക്ക്. അപ്പോൾ ഉപകൃഷ്ണം എന്ന് പറയുന്ന വാക്ക് വിഗ്രഹിക്കുമ്പോൾ കൃഷ്ണസ്യ സമീപം എന്നാണ് വരുന്നത്. ഈ സമീപം എന്ന പദം ഈ വാക്കിൽ ഉണ്ടായിരുന്നില്ല, അത് പുറത്തുനിന്ന് കയറി വന്നു. അതിന് അസ്വപദ വിഗ്രഹം എന്ന് പറയും. ഇത്രയും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി സമാസഭേദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കേവല സമാസം എന്ന് പറയുന്ന ഒരു സമാസം. രണ്ടാമത്തെ സമാസം വിശേഷ സമാസം എന്നാണ് പറയുന്നത്. കേവല സമാസവും വിശേഷ സമാസവും. ഈ കേവല സമാസം ഒറ്റ തരത്തിൽ മാത്രമേ ഉള്ളൂ. കേവലമായി സമസിക്കുന്നതിന് കേവല സമാസം എന്ന് പറയും. എന്നാൽ വിശേഷ സമാസം അങ്ങനെയല്ല, അത് 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് 4 തരത്തിലുള്ളത്? തത്പുരുഷ സമാസം, ബഹുവ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം, അവ്യയീഭാവ സമാസം. അപ്പൊ ഈ തത്പുരുഷ സമാസം തന്നെ ഇനി വ്യത്യസ്ത ഭേദങ്ങൾ ഉണ്ട് കേട്ടോ, അതിന് വേറെ ഉണ്ട്. പക്ഷെ ഈ തത്പുരുഷ സമാസം ഒന്ന്, ദ്വന്ദ്വ സമാസം ഒന്ന്, പിന്നെന്താണ് ബഹുവ്രീഹി സമാസം ഒന്ന്, അവ്യയീഭാവ സമാസം ഒന്ന്. ഇങ്ങനെ 4 തരത്തിലുള്ള സമാസങ്ങൾ വിശേഷ സമാസത്തിൽ ഉണ്ട്. തത്പുരുഷ സമാസം തന്നെ 4 തരത്തിലുണ്ട്. സാമാന്യ തത്പുരുഷൻ, കർമ്മധാരയ തത്പുരുഷൻ, ദ്വിഗു തത്പുരുഷൻ, നന്യ തത്പുരുഷൻ. ഇങ്ങനെ 4 തരത്തിലുണ്ട്. ബഹുവ്രീഹി 2 തരത്തിലുണ്ട്. സാമാന്യം, വിശേഷം എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. ദ്വന്ദ്വ സമാസം 2 തരത്തിലുണ്ട്. ഇതരേതര ദ്വന്ദ്വൻ, സമാഹാര ദ്വന്ദ്വൻ എന്നിങ്ങനെ. അവ്യയീഭാവ പ്രായഃ 33 33 തരം അവ്യയീഭാവ സമാസങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രസിദ്ധാഹ എന്ന് പറയുന്നത് 22 എണ്ണമായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ വിശേഷ സമാസം 4 തരത്തിലുള്ളതിൽ തന്നെ സബ് ഡിവിഷൻസ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ഓരോന്നിനായിട്ട് തിരിച്ചറിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ടോട്ടലായിട്ട് പറയുന്ന കാര്യങ്ങൾ, സമാസം ടോട്ടലായിട്ട് 2 തരത്തിലുണ്ട്: കേവല സമാസം, വിശേഷ സമാസം. കേവല സമാസം അത് ഓരോ വിഭാഗം മാത്രമേ ഉള്ളൂ. വിശേഷ സമാസത്തിൽ 4 തരമുണ്ട്. ആ 4 തരമാണ് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? തത്പുരുഷ സമാസം, ബഹുവ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം, അവ്യയീഭാവ സമാസം. അത്രയും ക്ലിയർ ആക്കാം. ഓക്കെ, പിന്നെ തത്പുരുഷ സമാസത്തിൽ 4 തരം സമാസങ്ങളുണ്ട്. തത്പുരുഷന്റെ വകഭേദങ്ങൾ 4 എണ്ണം. പിന്നെ ബഹുവ്രീഹിയിൽ 2 എണ്ണം, സാമാന്യവും വിശേഷവും. ദ്വന്ദ്വനില് 2 എണ്ണം. അവ്യയീഭാവത്തിൽ 33 എണ്ണം പറയുന്നു, 22 എണ്ണം പ്രസിദ്ധങ്ങളാണെന്ന് പറയുന്നത്. അത് മുഴുവനൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. സാമാന്യമായിട്ട് ഉപയോഗത്തിലിരിക്കുന്ന സമാസഭേദങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി, സമാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സമാസഭേദങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോരോ സമാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ക്ലാസ്സുകൾ ഇടാൻ സാധിക്കാതിരുന്നതിൽ വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമസ്തേ.